SFIയുടെ ഹെന്ന എസ് പ്രദീപ് നേടിയത് 259 വോട്ടാണ്. 2 വോട്ടിനാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെടുന്നത്. 12 വോട്ടുള്ള ഫ്രട്ടേണിറ്റി വോട്ടുകൾ മറിച്ച് നൽകിയും 2 വോട്ടിനാണ് SFI അവിടെ പരാജയപ്പെട്ടത്. എന്നാൽ നേരെ മറിച്ച് വീണ്ടും ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി വൈസ് ചെയർപേഴ്സൺ ലേഡിയിലുണ്ട്. ബറീറ CT അൻസാർ ട്രെയിനിംഗ് കോളേജ് ഫോർ വുമൺ പെരുമ്പിലാവ്, ഈ കോളേജിൽ നിന്നാണ് ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി. ആ സീറ്റിൽ 3 സ്ഥാനാർത്ഥിയാണ് ആർദ്ര, ബറീറ, നീരജ. ആർദ്ര SFI സ്ഥാനാർത്ഥിയാണ്, 258 വോട്ടാണ്. ബറീറക്ക് വോട്ടേ ഇല്ല. ബറീറ സ്വന്തം വോട്ട് പോലും ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി അയാൾക്ക് നൽകിയില്ല. ആ വോട്ട് UDSFന് നൽകി. MSF സ്ഥാനാർത്ഥി ജയിച്ചത് 263 വോട്ടാണ് കിട്ടിയത്. അവിടെ ജയിക്കുന്നത് 5 വോട്ടുകൾക്ക്. 5 വോട്ടുകൾക്ക് സ്വന്തം സ്ഥാനാർത്ഥി പോലും, ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥി അയാൾക്ക് പോലും വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. കുതിര കച്ചവടമാണ് നടന്നത്. സമാനമായി ഫ്രട്ടേണിറ്റിയുടെ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. അവിടെയും സമാനമായിരുന്നു. 269 വോട്ട് KSU നേടിയപ്പോൾ SFI നേടിയത് 252 വോട്ടാണ്. ഫ്രട്ടേണിറ്റി 1 വോട്ടാണ്. സെക്കൻഡറും പ്രൊപ്പോസറും ഇല്ല. ഈ പറഞ്ഞ 4 സ്ഥാനാർത്ഥികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്താൽ 4 വോട്ട് കിട്ടേണ്ടതാണ്. സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് നൽകിയാൽ തന്നെ 4 വോട്ട് ഇവർക്ക് കിട്ടേണ്ടതാണ്. അതുപോലും ഒരു സീറ്റിലും ഇല്ല. മത്സരിച്ച 4 സീറ്റുകളിൽ 2 മാത്രമാണ് സ്ഥാനാർത്ഥി പോലും വോട്ട് ചെയ്തത്. മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവിലും സമാനമാണ്, 0 വോട്ട്. അപ്പോൾ ഈ നിലയിൽ SFIയെ തോൽപ്പിക്കാൻ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിയ ഞങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച, ഞങ്ങൾക്ക് അവിടെ മുന്നണിയൊന്നുമില്ല, ഒറ്റയ്ക്ക് മത്സരിച്ച SFIയെ തോൽപ്പിക്കാൻ കാലിക്കറ്റിലെ മുഴുവൻ മതനിരപേക്ഷ വിദ്യാർത്ഥികളെയും വഞ്ചിക്കുന്ന നിലപാടാണ് MSF സ്വീകരിച്ചത്. MSFന്റെ സംസ്ഥാന നേതൃത്വം, താനൂർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് കാരണക്കാരാണ്. എങ്ങനെയാണ് താനൂരിലും തവനൂരിലൊക്കെ ഇവർ ജയിച്ചത് എന്നതിന്റെ സാമ്പിളാണിത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കാല് നക്കിയല്ലാതെ, ഫ്രട്ടേണിറ്റിയുടെ വോട്ടിരന്ന് വാങ്ങിയല്ലാതെ MSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിജയിക്കില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, MSFന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾ വോട്ട് വാങ്ങിയില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഫ്രട്ടേണിറ്റിയുടെ വോട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഫ്രട്ടേണിറ്റിയുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. മതരാഷ്ട്രവാദം മുൻനിർത്തിക്കൊണ്ട് മനുഷ്യരെ ഇല്ലാതാക്കുന്ന, മനുഷ്യരെ ആക്രമിക്കാനും മനുഷ്യർക്കിടയിൽ സ്പർദ്ധ വളർത്താനും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘം പോലെ പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് വോട്ട് വാങ്ങിയാണ് UDSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ചത്. ഇതിന്റെ പിന്നിൽ ലീഗ് നേതൃത്വവും MSF നേതൃത്വവുമാണ്. MSFന്റെ സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് സർവകലാശാല നേതൃത്വം തന്നെ. ആ കാലിക്കറ്റ് സർവകലാശാലയിൽ 2 വോട്ടിനാണ് ജയിക്കുമ്പോഴും ഈ തോൽവി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിശുദ്ധ സഖ്യമുണ്ടാക്കി കുതിര കച്ചവടം നടത്തി മന്ത്രിയുടെ സ്റ്റാഫിലും അതോടൊപ്പം ഈ പറഞ്ഞ സെനറ്റ് സീറ്റ് നൽകാമെന്നുള്ള ഉടമ്പടിയും ഒപ്പിട്ട് നൽകിയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ലീഗ് പ്രവർത്തകർ കോഴിക്കോട് പരാതി നൽകി, മലപ്പുറത്ത് പരാതി നൽകി. എങ്ങനെയാണ് KK അഷ്റഫിനെ, ഫ്രട്ടേണിറ്റി നേതാവിനെ മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുക? ഇതുവരെ പ്രതികരിച്ചോ? ഇതുവരെ അതിന്മേൽ നടപടി ഉണ്ടായോ? കാരണം ഇതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്ന കച്ചവടം. ശക്തമായ പ്രതിഷേധം. കാലിക്കറ്റിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ മതനിരപേക്ഷ ബോധ്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. നമ്മൾ കാണേണ്ടത്, 1 വർഷത്തിന് ഇപ്പുറത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 527 UGമാരാണ്, 522 പേരും വോട്ട് ചെയ്തു. സർവകാല റെക്കോർഡാണ്. 5 പേർ മാത്രമാണ് വോട്ട് ചെയ്യാത്തത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഫ്രട്ടേണിറ്റിയുടെ 12 വോട്ട് വാങ്ങി അവരിൽ നിന്ന് കാലുപിടിച്ചു വാങ്ങിയെടുത്ത വിജയമാണ് UDSF ഇന്ന് ആഘോഷിക്കുന്നത്. പരാജയം ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ പരാജയം ഞങ്ങൾ അർഹിക്കുന്നതല്ല. ഞങ്ങൾ അർഹിക്കുന്ന പരാജയമേ അല്ല കാലിക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു വർഗീയവാദിയുടെ മുന്നിൽ പോയി നിൽക്കാതെ ഞങ്ങൾ വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ ലീഗിന്റെയും ഇത്തരം സംഘടനകളുടെയും ഒക്കെയും
ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കാതെ 100, 150, 200 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസിൽ നിന്ന് വരുന്ന UUCമാരും 1000, 2000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജിലെ UUCമാർ തമ്മിൽ മത്സരിച്ചുണ്ടാകുന്ന 2 UUCമാരും അങ്ങനെയുള്ള വ്യത്യസ്തതകളൊക്കെ മറികടന്നാണ് ഞങ്ങൾ ഈ നിലയിൽ UUCമാരെ അണിനിരത്തിയത്. തൃശൂരിൽ 80-നടുത്ത്, പാലക്കാട് 60-നടുത്ത്, മലപ്പുറത്ത് 50-ഉം അതിനടുത്തും, കോഴിക്കോട് 60-ൽ കൂടുതൽ, വയനാടിൽ 13. അങ്ങനെ 5 ജില്ലകളിൽ കൃത്യമായി വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറഞ്ഞ്, കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, പൊതു തെരഞ്ഞെടുപ്പല്ല, സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആ പ്രസ്ഥാനം മറ്റൊരു സംഘടനയുടെ മുഴുവൻ വോട്ടും പർച്ചേസ് ചെയ്യുന്നു അധികാരം ഉപയോഗിച്ച്. ഈ കുതിര കച്ചവടത്തിന് കേരളം സാക്ഷി വെക്കണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള കുതിര കച്ചവടം, ഗോസായിമാരുടെ രാഷ്ട്രീയം ഈ കേരളത്തിൽ പയറ്റുകയാണ് MSF നേതൃത്വം. ഇത് സമാനമായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം ഒരു സെനറ്റ് സീറ്റിൽ പൊടുന്നനെ MSF ജയിക്കുന്നു. ഒരു UUC പോലും ഇല്ല. വേണ്ട മുഴുവൻ പ്രിഫറൻസ് സീറ്റുകളും പണം കൊടുത്തു വാങ്ങുന്നു. ഇത് മറ്റൊരു സംഘടനയെ, പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി വൽക്കരിക്കപ്പെടുന്ന ലീഗ് എന്ന വൻതോതിലുള്ള വിമർശനം പൊതുസമൂഹം ലീഗിനെതിരെ ഉയർത്തുമ്പോഴാണ് MSF ഈ കച്ചവടം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന നേതൃത്വവും MSFന്റെ നേതൃത്വവും ധൈര്യമുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തണം. എന്താണ് വിഷയം? ഇവിടെ SFIയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിച്ച വാദം, അതിന്മേലുള്ള പ്രതികരണം എന്താണ് ഇവർക്ക് പറയാനുള്ളത്? തെറ്റാണെങ്കിൽ അടുത്ത നിമിഷം പറയാൻ കഴിയണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഈ നിലയിൽ കാലിക്കറ്റിലെ 5 ജില്ലകളിലെയും 10,000-കണക്കിന് വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടാണ് UDSF ഈ വിജയം നേടിയിട്ടുള്ളത്. അങ്ങേയറ്റ പ്രതിഷേധം അതിന്റെ ഭാഗമായി ഈ തെറ്റായ നിലയിൽ സ്വീകരിച്ചിട്ടുള്ള ഇടപെടൽ. അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂർ സർവകലാശാലയിൽ അവർ പരാജയപ്പെട്ടു. 27 വർഷവും അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരാജയപ്പെട്ടതിനു ശേഷം പോലീസിന്റെ ഒത്താശയോടുകൂടി കല്ലേറായിരുന്നു SFIക്കാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, കാലിക്കറ്റ് സർവകലാശാലയിൽ വിജയിച്ചപ്പോൾ SFI പ്രവർത്തകരെ വിജയിച്ച 3 എക്സിക്യൂട്ടീവ് സീറ്റുകൾക്കുള്ള സ്വീകരണം നൽകി പിരിച്ചുവിട്ടപ്പോൾ അതിനുശേഷം കാലിക്കറ്റ് DSUവിൽ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ക്യാമ്പസിലെ SFIയുടെ പ്രചരണ സാമഗ്രികൾ മുഴുവൻ അടിച്ചു തകർക്കുകയാണ്. വിജയത്തിനർത്ഥം അക്രമം എന്നാണോ? വിജയിച്ചാൽ എന്തും ചെയ്യാമെന്നുണ്ടോ? വിജയിച്ചാൽ ആരെയും അടിക്കാമെന്നാണോ? കല്ലെറിയാമെന്നാണോ? ഈ നില MSF പോലൊരു സംഘടന എപ്പോഴാണ് സ്വീകരിക്കുന്നത്? അപ്പൊ ഈ നിലയിലാണ് കാലിക്കറ്റിൽ അവർ പെരുമാറിയത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ സമയം ഉപയോഗിക്കാനുള്ളത്. അതോടൊപ്പം ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട്, അവരുടെ വോട്ടിരന്നുകൊണ്ടാണ്, മൗദൂദിസ്റ്റുകളുടെ കാലുപിടിച്ചാണ് പാണക്കാട്ടെ തങ്ങന്മാരുടെ പ്രിയപുത്രന്മാർ ജയിച്ചിട്ടുള്ളത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ മതനിരപേക്ഷതയും കൊണ്ടൊന്നും വന്നേക്കരുത്. നിങ്ങൾ നല്ല വർഗീയവാദത്തിന് വേരും വളവും നൽകുന്നുണ്ട്. ഫ്രട്ടേണിറ്റിയെ നിങ്ങൾ വളർത്താനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അവർക്ക് കാലിക്കറ്റിൽ സെനറ്റ് സീറ്റ് കൊടുക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ നേതാക്കന്മാരെ മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിലാണ് UDSF അതിനെ കൈകാര്യം ചെയ്തത്. മറ്റൊന്ന് കേരള സർവകലാശാലയിലെ VC-ആണ്. UDSFന് ഇതിലും അഭിപ്രായമില്ല എന്ന് ഞങ്ങൾക്കറിയാം. MSFനും KSUവിനും ഇതിലെന്ത് കാര്യം? സമാനമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും. കഴിഞ്ഞ ദിവസം RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയെ തിരിച്ചറിയാത്തവരാണ് ഈ വന്ദേ മാതരത്തെ എതിർക്കുന്നത് എന്നാണ് മോഹൻ കുന്നുമ്മൽ എന്ന താൽക്കാലിക VC, കേരള സർവകലാശാലയുടെ താൽക്കാലിക VC പ്രസ്താവന നടത്തിയത്. ഒന്ന്, അയാൾക്ക് VC ആയി തുടരാനുള്ള യോഗ്യതയില്ല എന്ന് ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കേരള സർവകലാശാല പോലൊരു സർവകലാശാലയുടെ VC ആയി തുടരാനുള്ള യാതൊരുവിധ യോഗ്യതയും മോഹൻ കുന്നുമ്മലില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബിരുദധാരികളെ, ബിരുദാനന്തര ബിരുദധാരികളെ, അതോടൊപ്പം തന്നെ ഡോക്ടർ ഫെലോസുകളെ, ഡോക്ടറേറ്റ് നേടുന്ന വിദ്യാർത്ഥികളെ ഒക്കെ ഈ സമൂഹത്തിന്, റിസർച്ച് സ്കോളേഴ്സിനൊക്കെ സമ്മാനിക്കുന്ന
സംഭാവന ചെയ്യുന്ന ഒരു സർവകലാശാലയാണ്. അവിടെയാണ് കേവല MBBS ഡോക്ടർ മാത്രമായിട്ടുള്ള മോഹൻ കുന്നുമൽ വന്ന് ആ സർവകലാശാലയുടെ മുഴുവൻ മുന്നേറ്റവും പിടിച്ചുവെക്കുന്നത്. രാജ്യത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്ക് ഫ്രെയിംവർക്കിൽ മുന്നിൽ നിൽക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് കേരള സർവകലാശാല. ആൽബർട്ട് ഐൻസ്റ്റീനെ ആദ്യ VC നമ്മൾ ക്ഷണിച്ച ഒരു സർവകലാശാലയാണ്. എത്രയെത്ര മഹാന്മാർ, ഡോക്ടർ ജോൺ മത്തായി ഉൾപ്പെടെ, ഇക്ബാൽ മാഷ് ഉൾപ്പെടെ, ഗോപിനാഥ് രവീന്ദ്രൻ, അങ്ങനെ ആ സീറ്റിലിരുന്ന പ്രൊഫസർമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മഹാരഥന്മാരായ ചരിത്രകാരന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഇന്ത്യൻ സമൂഹത്തിന് വലിയ പങ്ക് നൽകിയിട്ടുള്ള, വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ വന്നിരുന്ന കസേരയിലാണ് ആ കസേരയുടെ കാലിന് വില പോലും ഇല്ലാത്ത മോഹൻ കുന്നുമൽ വന്നിരിക്കുന്നത്. വർഗീയവാദി, തനി സംഘി, എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? വന്ദേ മാതരത്തെ അംഗീകരിക്കാത്തവർ സ്വന്തം അമ്മയെ തിരിച്ചറിയാത്തവരാണ്. ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് വേറെയാണ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം, ഈ നാട്ടിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവര് 3-4 വർഷമൊക്കെ പഠിച്ച് അവരുടെ കഠിനാധ്വാനത്തിന്റെയും അവരുടെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടർ ഫെലോഷിപ്പും ഒക്കെ ഇദ്ദേഹം ഒപ്പിട്ടാണല്ലോ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്ന് നാണക്കേടോടുകൂടി കുട്ടികൾ ഓർക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. മോഹൻ കുന്നുമൽ എന്ന ആളുടെ ഒപ്പോടുകൂടിയാണ് ഈ കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് നാണക്കേടാണ്. കേരളത്തില് മന്ത്രിമാരോ കേരളത്തിലെ UDFന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരോ ഈ VC നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഈ നിമിഷം വരെ. ഗവർണറെ പേടിക്കാം, ഗവർണറെ ഇവർക്ക് പേടിയാണ്, ഇവർ പറഞ്ഞു. എന്നാൽ തോട്ടിയും പേടിക്കണം, ആനയും പേടിക്കാം, ആന പിണ്ടത്തിനെയും പേടിക്കണം. ഗവർണറെ ഇവർ പേടിക്കുന്നു, ഓക്കെ. പിന്നെ എന്തിനാണ് റോജി M. ജോൺ ആന പിണ്ടത്തിനെ പേടിക്കുന്നത്? എന്തിനാണ് മോഹൻ കുന്നുമലിനെ പേടിക്കുന്നത്? ഒരു അഭിപ്രായം പറഞ്ഞോ അദ്ദേഹം? എത്ര മോശമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അമ്മയെന്നും ഉമ്മയെന്നും വ്യത്യസ്ത ഭാഷകളിൽ മാതൃത്വത്തെ അടയാളപ്പെടുത്തുന്ന വ്യത്യസ്ത വൈജാത്യങ്ങളുടെ നാടാണ് നമ്മുടെ നാട്. അതിനൊരു മതസ്വത്വം കൊണ്ടുവരുന്നതിനെതിരെയാണ് നമ്മൾ ആ നിലപാടെടുത്തത്. അല്ലാതെ നമ്മളാരും വന്ദേ മാതരത്തിനൊന്നും എതിരല്ല. ആദ്യത്തെ 2 സ്റ്റാൻഡ്സാണ് അംഗീകരിക്കപ്പെട്ടത്. ആനന്ദ മഠത്തിന്റെ ഇതിവൃത്തം അറിയാത്തവരാണ് അതിനെ എതിർക്കുന്നത്. അത് സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഋഷിവര്യന്മാരുടേത്. ആദ്യ 2 സ്റ്റാൻഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്തുതിയാണ്, ദൈവങ്ങളുടെ സ്തുതിയാണ്. ആ സ്തുതി എല്ലാ മതസ്ഥരും പാടേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കോൺഗ്രസിന്റെ CWC കമ്മിറ്റിയാണ്. ആ CWC കമ്മിറ്റിയുടെ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും പട്ടേലും സരോജിനി നായിഡുവും ഒക്കെ പങ്കെടുത്ത കൊൽക്കത്തയിലെ CWC മീറ്റിംഗിന്റെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെച്ച ആശയങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ച് സോണിയാഗാന്ധിയുടെയും മല്ലികാർജുന ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ ഇത് പാടിയത്. കേരളത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് പാടിയത് പൂർണ്ണമായി. ഇന്നലെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പാടിയത്, ഹിമാചലിൽ കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പാടിയത്, കർണാടകയിൽ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ പാടിയത്. അപ്പോ സംഘപരിവാറിന് അനുകൂലമായ നിലപാടിലേക്ക് സ്വയം കോൺഗ്രസ് ചെന്നെത്തുമ്പോഴും ഇത്തരം VC-മാർക്കെതിരെയുള്ള നിലപാട് കേരളത്തിലെങ്കിലും പറയാൻ ഇവർ തയ്യാറാവണ്ട. കേരളത്തിൽ ഇന്നലെ അത് പാടിയില്ല. പക്ഷെ രാജ്യത്തെ കോൺഗ്രസ് സംഘപരിവാർ നിലപാടിലേക്ക് ചെന്നെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോ മോഹൻ ഭാഗവതിനെ പോലുള്ള ആളുകൾ സംഘപരിവാർ ബോധ്യത്തിന്റെ ഭാഗമായി വന്ന് പ്രസംഗിക്കുന്ന സംഘപരിവാർ പരിപാടികളുടെ ലിസ്റ്റ് നീളുകയാണ്. മോഹൻ ഭാഗവതിന് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ സംഘപരിവാർ ശാഖകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. ചോറ് കൊടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ്, അല്ലാതെ RSSന്റെ അണ്ടിമുക്ക് ശാഖയിൽ നിന്നല്ല. എത്ര വസ്തുതാവിരുദ്ധമായാണ്, എത്ര സയന്റിഫിക് ടെമ്പർ ബോധ്യങ്ങളെ തച്ചു തകർത്താണ് അദ്ദേഹം ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ
10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ടെന്നും അവരുടെ ജാതിയും മതവും വിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമാണെന്നും താൻ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് താൻ പറയേണ്ടതും ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെന്ന് തിരിച്ചറിയാതെയാണ് ഇവരൊക്കെ പെരുമാറുന്നത്. സംഘപരിവാറിന്റെ ചോറ്റുപൊട്ടാളമായി ഇവർ മാറി. ഇവരെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ LDF സർക്കാർ ഉണ്ടാകുന്ന കാലത്ത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ VC-മാരൊക്കെയും ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ കണക്കിന് ശാസിക്കാനും അതിൽ ഇടപെടാനും അതിൽ വിശദീകരണം ചോദിക്കാനും തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിൽ അതുപോലും ഇല്ല എന്നുള്ളത് അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ RSS വൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് വൻതോതിലുള്ള അപകടമാണ് ഇവിടെ ചെന്ന് നിർത്തുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ ഒരു സമരം നടത്തിയപ്പോൾ റീവാലുവേഷൻ നിർത്തലാക്കിക്കൊണ്ട് അവിടുത്തെ സിൻഡിക്കേറ്റ് ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അതിനെതിരെ സമരം നടത്തുമ്പോൾ അതിനെ അടിച്ചമർത്തുകയാണ് പോലീസ് ചെയ്തത്, പെൺകുട്ടികളെ പോലും. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇപ്പൊ അടുത്തായി പോലീസിനുണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. പെൺകുട്ടികളെ എങ്ങനെയാണ് പുരുഷ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ഏത് പോലീസ് കോഡിലാണ് അങ്ങനെ ഒരു നിയമമുള്ളത്? പെൺകുട്ടികളെ പുരുഷ പോലീസ് കൈകാര്യം ചെയ്യുന്നു, അവരെ ചീത്ത വിളിക്കുന്നു, അവരെ അബ്യൂസ് ചെയ്യുന്നു. ഈ വെർബൽ അബ്യൂസ് എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? 3-ാം മുറയിൽപ്പെട്ട പ്രവർത്തനങ്ങൾ, 3-ാം മുറ കേരളത്തിലുണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രവൃത്തിയിലേക്ക് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഫോഴ്സ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്? SFI സമരങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചമർത്തണമെന്ന നിർദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇന്നലെ ഒരു പെൺകുട്ടിയുടെ കാലിന്റെ ആംഗിൾ അടിച്ചൊടിക്കുകയാണ് ചെയ്തത്, ചവിട്ടിത്തിരിക്കുകയാണ് ചെയ്തത്. ലോ അക്കാദമിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒട്ടനവധി വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ സമരം ചെയ്തതിന് ഈ വിദ്യാർത്ഥികളെ കാണാൻ മോഹൻ കുന്നുമലിന് സമയമില്ല. RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സമയമുണ്ട്. യൂണിവേഴ്സിറ്റി അഫയേഴ്സിൽ VC-മാർക്ക് ഇന്ന് താല്പര്യമില്ല, മറിച്ച് RSSന്റെ അഫയേഴ്സിൽ താല്പര്യമുണ്ട്. മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയിൽ മോഹൻ കുന്നുമലുണ്ട്. RSS വിളിക്കുന്ന പരിപാടികളിൽ മോഹൻ കുന്നുമലുണ്ട്. വിഭജന വീതി ദിനങ്ങൾ ആഘോഷിക്കാൻ VC-മാരുണ്ട്. പക്ഷെ യൂണിവേഴ്സിറ്റി അഫയേഴ്സ് കാര്യം നടക്കുന്നില്ല. വിദ്യാർത്ഥികൾ കാര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരെ ചോദ്യം ചെയ്യുകയാണ്. സംസ്കൃത സർവകലാശാലയിൽ 28 ദിവസമായി സമരം നടക്കുന്നത്. എല്ലാ ക്യാമ്പസുകളിലും തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ക്യാമ്പസ് ഉണ്ട്. 10 ജില്ലകളിൽ ക്യാമ്പസ് ഉണ്ട്. 10 ജില്ലകളിൽ അധ്യാപകരില്ല. വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ 28 ദിവസവും തിരിഞ്ഞു നോക്കാത്ത ആളുകളായി VC-മാർ മാറുകയാണ്. ഒരു വ്യക്തിക്ക് 2-3 യൂണിവേഴ്സിറ്റിയുടെ ചുമതലയാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും കുളമായി കിടക്കുകയാണ്. സംസ്കൃത സർവകലാശാല, KT സർവകലാശാല ഒറ്റ VC, ആരോഗ്യ സർവകലാശാല, കേരള സർവകലാശാല ഒറ്റ VC, താൽക്കാലിക VC കണ്ണൂരിൽ, മുഴുവൻ സമയ താൽക്കാലിക VC-ആയി ഇപ്പോ MG സർവകലാശാലയിൽ വന്നിട്ടുള്ള ദുരൈപ്പാണ്ടി മാവൂത്ത് അവിടുത്തെ യൂണിയൻ പ്രവർത്തനങ്ങളെ റദ്ദ് ചെയ്യുന്നു. രാജ്യത്തെ സമരത്തിന്റെ ഒരു പോസ്റ്റർ ഇറക്കിയതിന് കോടതിയിൽ പോകേണ്ടി വന്നു വിദ്യാർത്ഥികൾ. പതുക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ RSS പിടിച്ച് അവരുടെ വരുതിയിലാക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു അക്ഷരം കൊണ്ട് പ്രതിരോധിക്കുന്നില്ല VD സതീശനും റോജി M ജോണും. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരവുണ്ടാകുന്നില്ല. ശക്തമായ വിമർശനം അതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ നിശബ്ദമാക്കാമെന്ന് കരുതണ്ട. SFIക്കെതിരെയാണ് ഇവർക്ക് എല്ലാവർക്കുമുള്ള ശത്രുത. SFI ആണ് ഇവരുടെ ശത്രു. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. വന്ദേ മാതരം കേരളത്തിൽ മുഴുവൻ പാടാത്തത് കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടൊന്നും കൊണ്ടല്ല കേട്ടോ. അത് ഇവിടെ വിമർശിക്കാനും അത് ചോദ്യം ചെയ്യാനും ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ്. അല്ല എങ്കിൽ VD സതീശനും മുഴുവനും പാടിയേനെ. സവർക്കറുടെയും ഹെഡ്ഗവാറിന്റെയും ഫോട്ടോന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന VD സതീശനാണോ വന്ദേ മാതരം പൂർണ്ണമായി പാടി RSSന്റെ പ്രൊജക്ടിന്റെ കൂടെ നിൽക്കാൻ മടി? ഈ നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSSന്റെ കൈകളിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യൂണിയൻ പരിപാടികൾ, കേരള സർവകലാശാലയുടെ യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ ഇനാഗുറേഷൻ നടത്താൻ പോലും അനുവദിക്കുന്നില്ല. പണം തരുന്നില്ല. പറഞ്ഞു ഇത് തരില്ല, പഴയ പോലും നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറയുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ആളാണ്, പേര് നമ്മളെ ശ്രീകുമാർ, ശശികുമാർ, RS ശശികുമാർ.
സേവ് യൂണിവേഴ്സിറ്റിയുടെ ഫോറം. പഴയ പോലും തരാൻ കഴിയില്ല എന്ന് പറയാം. ഇയാളുടെ തറവാട്ട് സ്വത്ത് നിന്നാണ് എടുത്തിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പണം സർവകലാശാല കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ്. സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ സർക്കാർ നിയമിച്ചിട്ടുള്ള ഈ പറഞ്ഞ ശശികുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സംഘപരിവാറിന് വേണ്ടിയാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പണിയെടുക്കുന്നത്. കോൺഗ്രസ് നിയമിക്കുന്നു, സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നു. ഇവിടെ ഞങ്ങളെ, അവിടെ യൂണിയൻ വിജയിച്ചിട്ടുള്ള ഞങ്ങളെ അവിടുത്തെ പ്രവർത്തനം സംഘടിപ്പിക്കാൻ സമ്മതിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. എത്ര ബാലിശമായ നടപടിയാണ്, എത്ര ക്രൂരമായ നിലപാടാണ്. 2 മാസം കഴിഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റി യൂണിയന് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി കേരളയിൽ ഉണ്ടാകുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തു, അവിടെയും വി സി ഇല്ല. ഇപ്പൊ വി സിയെ യൂണിവേഴ്സിറ്റിയിലല്ലാതെ RSSന്റെ ശാഖയിലും RSSന്റെ പരിപാടിയിലും കാണുന്നു എന്ന് പറയുമ്പോ കേരളത്തിൽ പലരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇടതുപക്ഷ സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഇവരൊക്കെ പങ്കെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും കേരളത്തിലെ പ്രതികരണം? പക്ഷെ ഇന്ന് ആ പ്രതികരണം കാണുന്നില്ലല്ലോ. എവിടെ സാംസ്കാരിക നായകന്മാർ? കാരശ്ശേരി മാഷ കണ്ടിട്ട് കാലം കുറേയായി. കൽപ്പറ്റ നാരായണ മാഷ എവിടെ? കൽപ്പറ്റയെന്ന് അതുവഴി കർണാടകയിൽ പോയോ? എവിടെ സാറാ ജോസഫ്? സാംസ്കാരിക നായകന്മാരെവിടെ? വന്ദേമാതരത്തിലെ നിലപാടിനെ സംബന്ധിച്ച് എന്താ മിണ്ടാത്തത്? എന്താ സർവകലാശാലയുടെ വി സി തന്നെ പോയി ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭിപ്രായമില്ലാത്തത്? എല്ലാവർക്കും നിശബ്ദതയാണല്ലോ. എവിടെ സണ്ണി എം കാപ്പിക്കാട്? ദിവസവും പ്രസ് മീറ്റ് വിളിക്കുന്ന ആളാണിരുന്നല്ലോ. എവിടെ? അപ്പൊ ഇവരുടെയൊക്കെ നിശബ്ദത ആരെ സഹായിക്കാനാണ്? ഫാസിസത്തിന്റെ കാലത്ത് നിശബ്ദത പോലും അവരെ സഹായിക്കുന്ന രൂപത്തിലാണെന്ന് കവിത എഴുതിയ ആളുകൾ പോലും ഇന്ന് അതിന്റെ കൂടെയാണ്. അതേ നിശബ്ദതയാണ്. കവിത അവരെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. സ്വയം ഓർത്താൻ നന്നാവും. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ KTU സർവകലാശാലയിലെ ഇയർ ഔട്ട് സംവിധാനം. ആ ഇയർ ഔട്ട് സംവിധാനം തുടക്കം തൊട്ടേ എതിർത്ത സംഘടനയാണ് SFI. ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് നടപ്പിലാക്കാൻ കഴിയില്ല. ഒരു സർവകലാശാലയുടെ ശൈശവ ദശയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഇയർ ഔട്ട് സംവിധാനം കൊണ്ടുവരുന്നത് ശരിയല്ല. അത് പതുക്കെ ആലോചിക്കേണ്ടതാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ എറണാകുളം ജില്ലയിലെ കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരു എയ്ഡഡ് കോളേജാണ്, എന്നാൽ ഓട്ടോണമസ് കൂടിയാണ്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജാണ്. അവിടെ ക്രെഡിറ്റ് പോയിന്റ് 22 സർവകലാശാലയുടെ ക്രെഡിറ്റ് പോയിന്റ് 18. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിന് മുകളിലാണ് എറണാകുളത്തെ കോതമംഗലത്തെ മാർ അത്തനേഷ്യസ് കോളേജ്, എയ്ഡഡ് കോളേജ്, ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജ്, അവരുടെ ക്രെഡിറ്റ് പോയിന്റ് വെച്ചിരിക്കുന്നത്. ആ ക്രെഡിറ്റ് പോയിന്റ് നേടാൻ കഴിയാത്തതിന്റെ പേരിൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥി അവർ ഹോസ്റ്റലിൽ ഉൾപ്പെടെ പുറത്താക്കി. ആ വിദ്യാർത്ഥി അരുണാചൽ സ്വദേശിയാണ്, മിച്ചിയായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഇന്നലെ വൈകിട്ട്. അപ്പൊ ഇത്തരം ടെക്നിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ച് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. KTU സർവകലാശാലയിൽ നിരവധിയായ തവണ ഞങ്ങൾ മാർച്ച് നടത്തിയാണ് അവസാനം ഈ ഘട്ടത്തിലുള്ള മാത്രം ഇയർ ഔട്ടാണ് ഒഴിവാക്കിയത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയാണ്. ആ കോളേജിലേക്ക് SFI മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ശക്തമായ പ്രതിഷേധം അതിന്റെ ഭാഗമായി ഉണ്ടാകും KTU സർവകലാശാലയിലേക്ക്. അതോടൊപ്പം മോഹൻ കുന്നുമ്മലിന്റെ തൃശൂരിലെയും തിരുവനന്തപുരത്തെയും ഔദ്യോഗിക വസതികളിലേക്ക് SFI മാർച്ച് സംഘടിപ്പിക്കും. ഇനി ഇങ്ങനെയുള്ള തെമ്മാടിത്തം കേരളത്തിൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വന്ന് പ്രസംഗിക്കാൻ മോഹൻ കുന്നുമ്മൽ ഉൾപ്പെടെയുള്ള ആളുകൾ ധൈര്യപ്പെടരുത്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. നാളെ തൊട്ട് അവിടെ അനിശ്ചിതകാല സമരത്തിന് ആലോചന നടത്തുകയാണ്. അവിടെ തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയാണ്. കാരണം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ, നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയന്റെ വിഷയം, വിദ്യാർത്ഥികളുടെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് വിഷയം, റീവാലുവേഷനെ മാറ്റി ഡബിൾ വാല്യുവേഷനിലേക്കാണ് അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അത് അശാസ്ത്രീയമാണ്. റീവാലുവേഷൻ തിരികെ പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് നിലപാട്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ അനേകം ആവശ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഈ റീവാലുവേഷനിൽ 20-30% മാർക്കുകൾ ഒറ്റയടിക്ക് കൂടുകയാണ്. അതോടൊപ്പം തന്നെ റീവാലുവേഷനിൽ മാർക്ക് കൂടുകയാണെങ്കിൽ പണം തിരിച്ചു നൽകണം എന്നൊരു പ്രൊവിഷൻ ഉണ്ട്, എല്ലാവിടെയും ഉണ്ട്. പക്ഷെ അത് കേരളയിൽ പാലിക്കപ്പെടുന്നില്ല. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ ഒരു യൂണിയൻ അധികാരത്തിൽ വന്നിട്ട് അവരെ സത്യപ്രതിജ്ഞ ചെയ്തു എന്നല്ലാതെ അവരുടെ യൂണിയൻ ഇനാഗ്രേഷൻ പോലും നടത്താൻ വിടുന്നില്ല. പണം നൽകില്ല എന്ന നിലപാടാണ്. അവിടെ DSS ഇല്ല എന്നുള്ള ഒറ്റ നിലപാടാണ് പറയുന്നത്. അതിന് പകരം രജിസ്ട്രാർക്ക് അതിൽ ചാർജ് എടുക്കാം, അതിൽ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എങ്ങനെയൊക്കെ മുടക്കാം
എന്നുള്ളതാണ് അവർ നിലപാട് ഉയർത്തുന്നത്. നിശ്ചിത തുക പോലും നൽകില്ല എന്ന് പരസ്യമായി പറയുകയാണ്. അത് SFI ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ആയതുകൊണ്ട് അതൊരു വിദ്യാർത്ഥികളുടേതാണ് എന്നൊരു പൊതുബോധം പോലും ഇന്ന് അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണ VC-മാരൊക്കെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരുടെയൊക്കെയുള്ള സെമിനാറുകളിലും സിമ്പോസിയത്തിലൊക്കെ പങ്കെടുക്കുന്ന മുൻകാല ചരിത്രമുണ്ട്. ഇപ്പോൾ RSSന്റെ മൂന്നാം ഭാഗത്ത് വന്ന RSSന്റെ ദേശീയ നേതാവെന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം നേതൃത്വം പങ്കെടുത്തു. ഇതിനു മുമ്പ് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പങ്കെടുക്കുന്ന RSSന്റെ ഒരു പൊതുപരിപാടിയാണ് അദ്ദേഹം പങ്കെടുത്ത് പ്രസംഗിക്കുന്നത്. അവിടെ ശാസ്ത്രീയമല്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെ അവര് തീരുമാനിച്ച സംഘപരിവാർ സംഘടനയുടെ ഭാഗമായി തീരുമാനിച്ചിട്ടല്ല VC മുന്നോട്ട് പോകുന്നത്. അപ്പൊ സർക്കാർ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് അതിനെന്ത് സമ്മർദ്ദമാണ് SFI നടത്താൻ? ശക്തമായ സമരം ഇനി സർക്കാരിലേക്കും തിരിക്കുക എന്നുള്ളത് തന്നെയാണ് SFI ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രതികരിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്, എന്താണ് റോജി എം ജോൺ മിണ്ടാത്തത്? റോജി എം ജോൺ എന്തിനാണ് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഞാൻ മൽപ്പിടുത്തത്തിനുള്ള പ്രശ്നങ്ങൾക്കില്ല. ഗവർണറോടുള്ളത് എന്തെങ്കിലും വഴിത്തർക്കമല്ല, കുടുംബ പ്രശ്നമല്ല, മറിച്ച് ഗവർണർക്കില്ലാത്ത അധികാരം അദ്ദേഹം കേരളത്തിൽ ഉപയോഗിക്കുകയാണ്. അത് അനുഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് റോജി എം ജോൺ ഒരു പോർട്ട്ഫോളിയോ? അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റികളിൽ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ, VC-മാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, രജിസ്ട്രാർമാരെ നിയമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഔദ്യോഗിക വസതി, എന്തിനാണ് ഔദ്യോഗിക വാഹനം, എന്തിനാണ് സെക്രട്ടേറിയറ്റിലെ അനക്സിൽ 50 പേര് സ്റ്റാഫും വെച്ചിട്ടുള്ള ഒരു ഓഫീസ്? അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. ഇതാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ഇനി ഇടപെടുന്നില്ല എങ്കിൽ ശക്തമായ സമരം റോജി എം ജോൺ ഈ കേരളത്തിലെമ്പാടും കാണേണ്ടി വരും. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സമരം നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സർവകലാശാലയുണ്ട്, അങ്കമാലിയിൽ, കാലടി സർവകലാശാല. ആ സർവകലാശാലയിൽ VC വരാറില്ല. അദ്ദേഹം അന്വേഷിക്കാറുണ്ടോ? അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇവരെ. പകരം നിയന്ത്രിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിൽ ഗവർണറുടെ ദല്ലാള്. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയമിച്ചു കൊടുത്തത് ആരാണ്? VD സതീശൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാ? B അശോക് ആരാ? മോദി സ്തുതപാഠകൻ. മോദിക്ക് വേണ്ടി എപ്പോൾ സ്തുതി പാടുന്ന ആളാണ് B അശോക് എവിടെ ചെന്ന് ചേരുന്നുള്ളത് നിശ്ചിത കാലത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ നിലയാണ് അവർ സ്വീകരിക്കുന്നത്. ശക്തമായ സമരം ഞങ്ങൾ ഇരുമുഖങ്ങളോടും തുറക്കേണ്ടി വരികയാണ്. ഗവർണറോട് മാത്രമല്ല, അവരെ പിന്തുണക്കുന്ന മന്ത്രിയായി റോജി എം ജോണും അതോടൊപ്പം തന്നെ VD സതീശനും മാറുകയാണ്, അവരുടെ സർക്കാരും മാറുകയാണ്. അപ്പോ അങ്കമാലിയിലെ അല്ലെങ്കിൽ കേരളത്തിലെമ്പാടും കോൺഗ്രസിന് വോട്ട് ചെയ്ത, UDF-ന് വോട്ട് ചെയ്ത ജനാധിപത്യ വിശ്വാസികളെ പോലും വഞ്ചിച്ചുകൊണ്ടാണ് നിലപാടെടുക്കുന്നത്. KM ഷാജിയുടെ പ്രസംഗത്തിന്റെ ബാക്കി പത്രം ഇപ്പൊ എവിടെയാണ്? അറബിക്കടലിൽ ചെന്ന് വീഴേണ്ട PM ശ്രീ ഇപ്പൊ എവിടെയാണ്? മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും പട്ടേലിനെയും ഒക്കെ എടുത്തു മാറ്റുന്ന പാഠപുസ്തകം വരുമെന്നറിഞ്ഞിട്ടും അത് ശരിവെച്ച ആളല്ലേ KM ഷാജി? PMAY-നെ അംഗീകരിച്ച ആളായി മാറിയില്ലേ KM ഷാജി? നരേന്ദ്രമോദിയുടെ ഫോട്ടോ അച്ചടിച്ചുകൊണ്ട് വീടുകൾ കൊടുക്കാമെന്ന നിലപാട് ലീഗിന്റെ ഒരു മന്ത്രി സ്വീകരിച്ചു. അപ്പോൾ മുഴുവൻ മന്ത്രിസഭയും മുഴുവൻ UDF രാഷ്ട്രീയവും സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശക്തമായ സമരം ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കുന്ന കോൺഗ്രസ് മന്ത്രിസഭയ്ക്കും ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ ഞങ്ങൾ ഉയർത്തും. അത് തന്നെയാണ് തീരുമാനം. നാളെ അവിടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഘട്ടങ്ങളിൽ, പ്രളയം ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ ഹെലികോപ്റ്ററിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി യാത്ര ചെയ്തപ്പോൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കേരളത്തിന് മുൻപിലുണ്ട്. ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനെയും അതോടൊപ്പം തന്നെ വിവാഹത്തിനും അദ്ദേഹത്തിന് അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പിനെ ഉദ്ഘാടനം ചെയ്യാൻ, ഇപ്പോൾ ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴായിരുന്നല്ലോ ഭയങ്കര സ്റ്റാർട്ടപ്പ് ഉദ്ഘാടനം ചെയ്യാനാണല്ലോ പോയത്. ഒരു സ്റ്റാർട്ടപ്പ് ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ പോയപ്പോൾ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിനൊക്കെ പൊതു മുതലിനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരായി ആളുകൾ മാറിയിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ഈ കേരളത്തിന്റെ പൊതു ആവശ്യങ്ങളെയോ അല്ലെങ്കിൽ പൊതുബോധത്തെയോ അല്ലെങ്കിൽ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളെയോ അഭിസംബോധന ചെയ്യുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില ബിസിനസ് ഗ്രൂപ്പുകളുടെയും അതോടൊപ്പം അദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ചില ബിസിനസ് മുതലാളിമാരുടെയും താല്പര്യങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു CEO കളിക്കുകയാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം ഒരു CEO കളിക്കുകയാണ്. CEO മുഖ്യമന്ത്രിയും തമ്മിൽ വ്യത്യാസമുണ്ട്. CEOയിൽ എമ്പതി ഉണ്ടാവില്ല, സിമ്പതി ഉണ്ടാവില്ല. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയിൽ മനുഷ്യരോടുള്ള ഈ 3.25 കോടി ജനതയിലെ അവസാനത്തെ മനുഷ്യനെയും കരുതാനുള്ള ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് പ്രവർത്തിക്കും. അത് VD സതീശനിൽ ഇല്ല.
അദ്ദേഹം ഒരു മുതലാളിത്ത സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഇടപെടൽ നടത്തി. അദ്ദേഹത്തിന്റെ പാർട്ണറായി അദാനിയെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ മറ്റൊരു കൊളാബറേറ്ററായി മോദിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് ഇല്ല, ഒരു കോൺഗ്രസ് മാൻ ഇല്ല. അതോടൊപ്പം തന്നെ അത് അവരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വി.ഡി. സതീശനിൽ കോൺഗ്രസ് മാൻ ഇല്ല എന്ന് കോൺഗ്രസിന്റെ ഉള്ളിലെ തന്നെ അഭിപ്രായമാണ്. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അധികകാലം മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം കേരളത്തിൽ പ്രതിഷേധങ്ങൾ നേരിടാൻ പോകുന്ന മനുഷ്യനായി വി.ഡി. സതീശൻ മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.